ഇപ്പോൾ പ്രധാനമന്ത്രി അവിടെ ആ ദുരന്തഭൂമി സന്ദർശിച്ച വിഷ്വൽ നമുക്കിപ്പോൾ ലഭ്യമാണ്. തീർച്ചയായും പ്രധാനമന്ത്രി ഇന്നലെ അമിത്ഷാ അവിടെ സന്ദർശിച്ചിരുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു അവിടെ സന്ദർശിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രി നേരിട്ട് സംഭവസ്ഥലം, അതായത് ഈ അപകടം നടന്ന വിമാനം ഇടിച്ചിറങ്ങിയ ആ ഹോസ്റ്റലിൻ്റെ, ആശുപത്രിയിലെ മെൻസ് ഹോസ്റ്റലിൻ്റെ ആ പ്രദേശമാണ് സന്ദർശിക്കുന്നത്. എങ്ങനെയാണ് അപകടമുണ്ടായത്, അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത്, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അപകടമുണ്ടായ വിമാനം ഇറങ്ങിയ ഹോസ്റ്റലിന്റെ ഭാഗത്താണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. വിമാനത്തിന്റെ തകർന്ന അവശിഷ്ടങ്ങൾ അവിടെ കാണാം. കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡുവും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ഇന്നലെ അവിടെ സന്ദർശിച്ചിരുന്നു. അത് അദ്ദേഹം വിശദീകരിക്കുകയാണ് എന്താണ് ഉണ്ടായെന്നുള്ളത്. ഒപ്പം തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും അദ്ദേഹത്തിനൊപ്പമുണ്ട്, വ്യോമയാന സഹമന്ത്രി അദ്ദേഹത്തിനൊപ്പമുണ്ട്. അവരെല്ലാവരും അപകടം നടന്ന സാഹചര്യം, അപകടം നടന്ന സ്ഥലം, അവിടെ ഉണ്ടായ അപകടത്തിന്റെ വ്യാപ്തി, മറ്റ് വിശദാംശങ്ങളെല്ലാം പ്രധാനമന്ത്രി നേരിട്ട് ധരിപ്പിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പമുണ്ട്. എവിടേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത് എന്ന് ആ ബിൽഡിംഗാണ്, അതായത് 7 നില കെട്ടിടം. ഇന്നലെ അപകടമുണ്ടായ ഏറ്റവും ദുരന്തത്തിൻ്റെ മറ്റൊരു വ്യാപ്തിയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് ദുരന്തത്തെ കൊണ്ടുപോയ അപകടമുണ്ടായ വിമാനം ഇടിച്ചിറങ്ങിയ ആ കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനമാണ് ഗുജറാത്ത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് അഹമ്മദാബാദ്. അവിടെയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ടെത്തി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല, ലോകരാജ്യങ്ങൾ കൂടി വലിയ ദുഃഖം രേഖപ്പെടുത്തിയ, ലോകരാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു വലിയ അപകടം എന്ന രൂപത്തിലാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അപകട സ്ഥലം സന്ദർശിക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രിയും സ്ഥലം സന്ദർശിച്ചിരുന്നു, വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെ ആശുപത്രിയിലെത്തി മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചിരുന്നു. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേഷിനെ സന്ദർശിച്ചിരുന്നു. അങ്ങനെ അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും പരിശോധിക്കുകയും നേരിട്ടെത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയുമാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. രാംമോഹൻ നായിഡു ഇന്നലെ കണ്ട കാര്യങ്ങളും ഇന്നത്തെ കാര്യങ്ങളും ഇന്നത്തെ സാഹചര്യവും ഒക്കെ പ്രധാനമന്ത്രിയോട് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ വളരെ വ്യക്തമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ്. ദുരന്തഭൂമിയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, അത് മുഴുവൻ കത്തിക്കരിഞ്ഞ് നാശമായി പോയ ഒരു സ്ഥലം അല്ലേ? തീർച്ചയായും ഒരു വിമാനം ഏതാണ്ട് 58,000 ലിറ്ററിലധികം വിമാന ഇന്ധനവുമായി പറന്നു പൊങ്ങിയ വിമാനം തീഗോളമായി കത്തിയമർന്ന് പൂർണ്ണമായും ആ അവശിഷ്ടങ്ങൾ പോലും ശേഷിക്കാത്ത രൂപത്തിലേക്ക് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ, വലിയ കെട്ടിടത്തിന് മുകളിലേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിൻ്റെ വ്യാപ്തിയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ കെട്ടിടം പൂർണ്ണമായും തകർന്നു. ഒരു കെട്ടിടം കത്തിയമരുന്നു എന്ന് പറയുന്നത് ആ വിമാന ഇന്ധനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു, ഈ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ സാധാരണഗതിയിൽ ഒരു വിമാന അപകടം ഉണ്ടാകുമ്പോൾ അവശിഷ്ടങ്ങൾ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാകും. ഇത് പൂർണ്ണമായും കത്തിയമർന്ന ഒരു തീഗോളമായി കത്തിയമർന്നതിന് ശേഷമുള്ള ബാക്കി പത്രം മാത്രമാണ്, മണ്ണോട് ചേർന്ന ബാക്കി പത്രം മാത്രമാണ് ഇപ്പോൾ അവിടെ ശേഷിക്കുന്നത്. അതാണ് പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ആ അപകട സ്ഥലത്ത് നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആ അപകട സ്ഥലത്ത് നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു, കാറുകൾ ഉണ്ടായിരുന്നു, സ്കൂട്ടറുകൾ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടറുകളുടെ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാം. അങ്ങനെ വലിയ അപകടം, ഒരു സാധാരണ വിമാന അപകടം ഉണ്ടായി വിമാനം കത്തിയമരുകയോ ഇടിച്ചിറങ്ങുകയോ ചെയ്യുമ്പോൾ വിമാനത്തിന് മാത്രമാണ് അപകടം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വിമാനത്തിൽ സഞ്ചരിച്ചവർക്ക് മാത്രമാണ് അപകടം ഉണ്ടാകുന്നത്. ഇത് അതിനേക്കാൾ വലിയ രൂപത്തിൽ ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് ഇടിച്ചിറങ്ങുന്നു. ആ കെട്ടിടത്തിന് ഉള്ളിലുണ്ടായിരുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു, അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുന്നു. ഒപ്പം ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾ കത്തുന്നു, കത്തിപ്പടരുന്നു, കത്തിയമരുന്നു, കത്തി നശിക്കുന്നു. അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ തകർന്നു വീണതിൻ്റെ ആഘാതത്തിൽ ആ കെട്ടിടം പൂർണ്ണമായും തകരുന്നു. ഒപ്പം തന്നെ സമീപത്തെ നിരവധിയായ കെട്ടിടങ്ങൾ തകരുന്നു. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു, വാഹനങ്ങൾ കത്തിയമരുന്നു. അങ്ങനെ ദുരന്തത്തിൻ്റെ വ്യാപ്തി സമാനതകളില്ലാത്ത അസാധാരണമായ ഒരു അപകടത്തിൻ്റെ വ്യാപ്തിയിലേക്കാണ് പോകുന്നത്. ഇന്നലെ ഒരുപക്ഷെ ആദ്യം വിമാന അപകടം ഉണ്ടാകുമ്പോൾ ഒരു വലിയ വിമാന അപകടം ഉണ്ടായി എന്നൊരു അപകടത്തിൻ്റെ ആഘാതത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ തെരച്ചിൽ പൂർത്തിയായ ശേഷം രക്ഷാപ്രവർത്തകരും NDRF സൈന്യവും ഒക്കെ മാറിയ ശേഷമുള്ള ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ സങ്കല്പിച്ചതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും വലിയ അപകടമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ നിരവധി വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരുന്നു. ആ വാഹനങ്ങളെല്ലാം പൂർണ്ണമായും കത്തി തകർന്നിരിക്കുന്നു. ഒരു ബിൽഡിംഗ്, അതായത് 7 നില കെട്ടിടം, ഒരു ആശുപത്രിയുടെ ഇപ്പോൾ ഈ വരുന്ന ഡെത്ത് റേറ്റ് അത് ഇനിയും ഉയരുമായിരിക്കും അല്ലേ?
അങ്ങനെ തന്നെയാണ്, ആ രൂപത്തിലാണ് ഗുജറാത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വരുന്നത്. ഈ അപകടത്തിൽ ഏതാണ്ട് 242 പേർ മരിച്ചു എന്ന് ഇന്നലെ 3 മണിയോടുകൂടി, വൈകിട്ട് 3 മണിയോടുകൂടി ഗുജറാത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വരുന്നു. പിന്നീട് അതിൽ ഒരാൾ മാത്രം വളരെ അത്ഭുതകരമായി, അസാധാരണമായി മിറാക്കിൾ എസ്കേപ്പ് എന്ന രൂപത്തിലേക്ക് രക്ഷപ്പെടുന്നു. അയാൾ രക്ഷപ്പെടുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമായ വാർത്തയായി മാറുന്നു. പക്ഷെ പിന്നീട് വൈകുന്നേരം ആകുമ്പോഴേക്കാണ് ഈ അപകടത്തിൻ്റെ ഈ വ്യാപ്തി വളരെ വലുതാകുന്നതിൻ്റെ വലിപ്പം അതിനേക്കാൾ വലിയ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ആ കെട്ടിടത്തിലുണ്ടായിരുന്ന, വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലുണ്ടായിരുന്ന 5 വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു എന്ന വിവരം പുറത്തു വരുന്നു. അതിനുശേഷമാണ് പ്രദേശവാസികൾ, നിരവധി ആളുകൾ അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട് എന്ന വിവരം ആശുപത്രി അധികൃതർ മീഡിയ ബ്രീഫിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ മീഡിയ ബ്രീഫിംഗിൽ എന്താണ് സംഭവിച്ചത്? ഒരു ടെക്നിക്കൽ എറർ ആണോ, അത് എന്താണ് കാര്യം എന്നുള്ളത്? കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അതിൻ്റെ ടേക്ക് ഓഫ് നല്ല ടേക്ക് ഓഫ് ആയിരുന്നു അതിൻ്റെത്. പക്ഷേ പിന്നീട് അതിൻ്റെ അൺസ്റ്റഡി മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ ആ ഒരു തുടക്ക സമയത്ത് തന്നെ എന്തോ ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചിരിക്കും. അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് അടക്കമുള്ള ഒരു സ്ഥിരീകരണമൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു മീഡിയ ബ്രീഫിംഗിൽ പ്രതീക്ഷിക്കാമോ? പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഉണ്ടാവുക, കുടുംബങ്ങൾക്കൊപ്പമാണ്, രാജ്യം കുടുംബങ്ങൾക്കൊപ്പമാണ്, അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യാൻ കേന്ദ്രവും സർക്കാരും ഈ രാജ്യവും തയ്യാറാണ് എന്ന രൂപത്തിലേക്കായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടാവുക, അല്ലെങ്കിൽ മറുപടി ഉണ്ടാവുക. എന്തായിരിക്കും അപകടത്തിൻ്റെ കാരണം എന്നുള്ളതിനെക്കുറിച്ച് ഇന്നൊരു പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ അന്വേഷണം ഔദ്യോഗികമായി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രാഥമികമായി ഈ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സും കിട്ടേണ്ടതുണ്ട്. അതുമാത്രമല്ല, DGCയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിൽ ഈ ഒരു അവസ്ഥയിൽ സാധാരണഗതിയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു അസാധാരണമായ അപകടം, പൂർണ്ണമായും കത്തിയമർന്ന അപകടത്തിൽ ശേഷിച്ചവർ, അതായത് രക്ഷപ്പെട്ടവർ ഒരാൾ മാത്രമാണ്. അങ്ങനെ എന്താണ് അപകടത്തിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ ഒന്നും പറയാൻ ഒരുപക്ഷെ പ്രധാനമന്ത്രി തയ്യാറായേക്കില്ല. കാരണം ആ കാരണങ്ങൾ പലതാണ്. നേരത്തെ നമ്മൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, റിപ്പോർട്ട് ചെയ്ത പോലെ, ഒരുപക്ഷെ എഞ്ചിൻ തകരാറാകാം, അല്ലെങ്കിൽ പക്ഷികൾ വന്ന് കൂട്ടിയിടിച്ചതാകാം, അല്ലെങ്കിൽ ഇന്ധനവുമായി ബന്ധപ്പെട്ട് ഇന്ധനത്തിൽ വെള്ളം ചേർന്നതാകാം, അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പൈലറ്റിനുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളാകാം. ഇങ്ങനെ 4-5 കാരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ കാരണങ്ങൾ വിശദീകരിക്കേണ്ടത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ്. അവരിൽ നിന്നുള്ള മറുപടി കിട്ടിയ ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊരു വിശദീകരണവും സ്ഥിരീകരണവും ഉണ്ടാവുക. ഇന്നലെ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവും ഇതുതന്നെയാണ് പറഞ്ഞത്. വിശദീകരിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ഞങ്ങൾക്കുള്ള പൂർണ്ണ ഉത്തരവാദിത്വം രക്ഷാപ്രവർത്തനം ആദ്യം നടത്തുക, പരിക്കേറ്റവർക്ക് പരിപൂർണ്ണ സഹായം നൽകുക, മരണപ്പെട്ടവർക്ക് കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അത് സർക്കാർ നിറവേറ്റും. അതോടൊപ്പം തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ അന്വേഷണത്തിനായിട്ട് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ കൂടി ഇവിടെയുണ്ട്. അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ വിശദമായി എല്ലാ തലങ്ങളും പരിശോധിച്ചുള്ള ഒരു അന്വേഷണമായിരിക്കും ഇക്കാര്യത്തിൽ നടക്കുക. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗികമായ വിശദീകരണവും സ്ഥിരീകരണവും. എന്താണ് അപകടത്തിൻ്റെ കാരണം, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, ഏത് സാഹചര്യത്തിലാണ് ഈ വിമാനം അപകടത്തിലേക്ക് പതിക്കാനുണ്ടായ കാരണം, പെട്ടെന്ന് പറന്നു പൊങ്ങിയൊരു വിമാനം പെട്ടെന്ന് അതേ അവസ്ഥയിൽ തന്നെ 2 മിനിറ്റുകൾക്കുള്ളിൽ അതിനുള്ളിൽ തന്നെ അപകടത്തിൽപ്പെടുന്നു. അങ്ങനെ അസാധാരണമായ ഒരു അപകടത്തിൻ്റെ സാഹചര്യം എന്താണെന്നുള്ളത് വിശദമായി പരിശോധിച്ച് പഠിച്ച ശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടാകുക. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ, ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ വിശദീകരണം ഉണ്ടാകുക. എന്തായാലും അവരുടെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ്, പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ്. അവർക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യാൻ സർക്കാർ സന്നദ്ധമാണ്, സജ്ജമാണ്. അതോടൊപ്പം തന്നെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും എന്നൊരു ഉറപ്പായിരിക്കും പ്രധാനമന്ത്രി ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടാൽ പറയാൻ സാധ്യത. സേതു.